ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ഇന്നലെ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന ആദ്യ T20 മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്ന ഒരു കിടിലൻ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 101 റൺസിൻ്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതായത് ബാറ്റിംഗ് നിരയിൽ ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. അതേസമയം ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ എല്ലാവരും മികച്ച പ്രകടനം നടത്തി. അതുകൊണ്ട് തന്നെ 74 റൺസിന് സൗത്ത് ആഫ്രിക്കയെ പുറത്താക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൂറ്റൻ വിജയം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന് ഇപ്പോൾ നല്ല കാലമല്ല. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇന്ത്യൻ ആരാധകരിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കാത്തു നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ T20 ടീമിൻ്റെ പ്രഖ്യാപനം പോലും വൈകിയത്. അതായത് അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ട് T20 ടീമിലേക്ക് തിരിച്ചു വരണം, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു BCCI പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഓപ്പണർ സ്ഥാനത്തേക്ക് ഗില്ല് മടങ്ങിയെത്തി. എന്നിട്ടും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. വളരെ പരിതാപകരമായ പ്രകടനമാണ് ഈ വർഷം T20യിൽ അദ്ദേഹം നടത്തുന്നത്. T20യിൽ അവസാനമായി കളിച്ച 16 മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും പൂർത്തിയാക്കാൻ ഗില്ലിന് കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ 13 മത്സരങ്ങളിൽ നിന്ന് 30 കടന്നത് 3 തവണ മാത്രമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മോശം പ്രകടനമാണ് ഗില്ല് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വർഷത്തെ കണക്കുകളാണ്. UAEക്കെതിരെയുള്ള മത്സരത്തിൽ 9 പന്തുകളിൽ നിന്നും 20 റൺസ് പുറത്താവാതെ എടുത്തു. പിന്നീട് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ 7 പന്തുകളിൽ നിന്ന് 10 റൺസ് എടുത്ത് പുറത്തായി. പിന്നീട് ഒമാനെതിരെയുള്ള മത്സരത്തിൽ 8 പന്തുകളിൽ നിന്ന് 5 റൺസ് എടുത്ത് പുറത്തായി. പിന്നീട് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ 28 പന്തുകളിൽ നിന്ന് 47 റൺസ് എടുത്തു. അതിനുശേഷം ബംഗ്ലാദേശിനെതിരെ 19 പന്തുകളിൽ നിന്ന് 29 റൺസ് എടുത്തു. പിന്നീട് ശ്രീലങ്കയ്ക്കെതിരെ 3 പന്തുകളിൽ നിന്ന് 4 റൺസ് എടുത്ത് പുറത്തായി. പിന്നീട് പാകിസ്ഥാനെതിരെ 10 പന്തുകളിൽ നിന്ന് 12 റൺസ് എടുത്തു. പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ 20 പന്തുകളിൽ നിന്ന് 37, അതിനുശേഷം 10 പന്തുകളിൽ നിന്ന് 5, അതിനുശേഷം 12 പന്തുകളിൽ നിന്ന് 15, പിന്നീട് 39 പന്തുകളിൽ നിന്ന് 46, പിന്നീട് 16 പന്തുകളിൽ നിന്ന് പുറത്താവാതെ 29, അതിനുശേഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 പന്തുകളിൽ നിന്ന് 4. ഇങ്ങനെയാണ് ശുഭ്മാൻ ഗില്ലിന്റെ കണക്കുകൾ വരുന്നത്. ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. ചില മത്സരങ്ങളിൽ അഥവാ വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങളിൽ തിളങ്ങി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം മത്സരങ്ങളിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗില്ലിന് ഇത്രയധികം വിമർശനങ്ങൾ ലഭിക്കാനുള്ള കാരണം ഒരുപാട് ടാലന്റുകളെ പുറത്തിരുത്തിക്കൊണ്ടാണ് BCCI ഗില്ലിന് സ്ഥിരമായിക്കൊണ്ട് അവസരം നൽകുന്നത്. സഞ്ജു സാംസണെ നോക്കുക. നേരത്തെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറികൾ സ്വന്തമാക്കിയ താരമാണ് സഞ്ജു സാംസൺ. ഓപ്പണർ ആയിക്കൊണ്ട് മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും സഞ്ജുവിനെ പുറത്തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ രുതുരാജ് ഗൈക്വാദ്, ജയ്സ്വാൾ തുടങ്ങിയ ഒരുപാട് ടാലന്റുകൾ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഗില്ലിന് ഇങ്ങനെ സ്ഥിരമായിക്കൊണ്ട് അവസരം നൽകുന്നത്. എന്നാൽ അതിനോട് നീതി പുലർത്താൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.